സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ഉൾപ്പെടുന്ന മക്ക ഉടമ്പടിയിൽ ഇറാനും ചേർന്നാൽ എന്തു സംഭവിക്കും? കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഇസ്ലാമിക നാറ്റോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മക്ക ഉടമ്പടിയിലേക്ക് ഇറാനും ചേരുന്നു എന്ന വാർത്തകൾക്ക് ശേഷമാണ് ഇത്തരമൊരു ചർച്ച വന്നത്. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇതുണ്ടാക്കുന്ന ഭൗമരാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി അത്തരമൊരു ക്ഷണം ഒരിടത്തു നിന്നും ലഭിച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അത്തരമൊരു സാധ്യതയെ അദ്ദേഹം തള്ളിക്കളയുന്നില്ല. മക്ക ഉടമ്പടിയിൽ ചേരാൻ ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് ഇസ്മായിൽ ബഗായി പറയുന്നത്. പക്ഷേ പ്രാദേശിക സുരക്ഷയെക്കുറിച്ച് ഈ രാജ്യങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായി ഇസ്മായിൽ ബഗായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അത്തരമൊരു ക്ഷണം വന്നാൽ പോലും ഇറാൻ ആ ക്ഷണം നിരസിക്കില്ല എന്നു തന്നെയാണ്. അങ്ങനെ വന്നാൽ അത് ഏതെല്ലാം രീതിയിലായിരിക്കും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. സൗദിയും പാകിസ്ഥാനും തുർക്കിയും ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര സഖ്യമാണ് മക്ക ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കരാർ വികസിപ്പിക്കണമെന്ന ആഗ്രഹം പാകിസ്ഥാനുമുണ്ട്. സഖ്യം അതിൻ്റെ 3 സ്ഥാപക അംഗങ്ങളിൽ മാത്രം ഒതുങ്ങരുതെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇറാൻ കൂടി ഇതിനോട് ചേർന്നാൽ ഇറാൻ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണമായി വ്യാപകമായി കരുതപ്പെടുന്ന ഒരു സഖ്യം എന്നതിൽ നിന്ന് ഇറാൻ കൂടി ഉൾപ്പെടുന്ന ഒരു വിശാലമായ പ്രാദേശിക സുരക്ഷാ സഖ്യത്തിലേക്ക് മക്ക ഉടമ്പടി മാറും. മാത്രമല്ല, ഭാവിയിൽ ഒരുപക്ഷെ ഈജിപ്തും സിറിയയും ബംഗ്ലാദേശും കരാറിനൊപ്പം ചേർന്നേക്കുമെന്ന സൂചനയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇറാൻ കൂടി വരുന്നത് ഭാവിയിൽ വളരെ വലിയ ഒരു ഭൗമ രാഷ്ട്രീയ വികാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ അതിന് തടസ്സം നിൽക്കുന്നതാകട്ടെ സൗദിയും ഇറാനുമായി നിലനിൽക്കുന്ന ശത്രുതയും. 3 വർഷം മുൻപ് 2023 സൗദിയും ഇറാനുമായി ഒരു വ്യാപാര നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരുന്നു. പക്ഷേ അമേരിക്ക ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ആ അനുരഞ്ജനം സമ്മർദ്ദത്തിലായി. ഇറാൻ മക്ക കരാറിൽ ചേരുന്നത് ഈ 2 ദീർഘകാല ശത്രുക്കളെ ഒരു ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരും എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതിനെല്ലാം ഉപരിയായി എന്ത് ലക്ഷ്യത്തിനായി ഇത്തരത്തിൽ ഒരു ത്രിരാഷ്ട്ര സഖ്യം രൂപീകരിക്കപ്പെട്ടോ അതേ സഖ്യം വിപുലീകരിക്കുന്നതിലെ പ്രയാസങ്ങൾ തുറന്നുകാട്ടുകയും ചെയ്യും. ഇറാൻ കൂടി ഉൾപ്പെടുന്ന പ്രാദേശിക ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് അതിനെതിരായ സുരക്ഷ എന്ന നിലയിൽ മക്ക ത്രിരാഷ്ട്ര ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടത്. ഒടുവിൽ അതേ സഖ്യത്തിലേക്ക് ഭീഷണി എന്ന് വിശേഷിപ്പിച്ച ഇറാൻ കൂടി ഉൾച്ചേരുന്നു എന്ന വിരോധാഭാസമായിരിക്കും അവിടെ കാണാനാകുക. ആ അർത്ഥത്തിൽ മക്ക ഉടമ്പടിയുടെ ഭൗമരാഷ്ട്രീയത്തിന് ഇറാന്റെ പ്രവേശം ആഘാതം തന്നെയായിരിക്കും. പക്ഷേ ഇറാൻ കൂടി ഉൾപ്പെടുന്നതോടെ മക്ക ഉടമ്പടി എന്ന ത്രിരാഷ്ട്ര സഖ്യ കരാറിനെ വിശാലമായ ഒരു പ്രാദേശിക സുരക്ഷാ ക്രമീകരണമാക്കി മാറ്റും. സുരക്ഷയ്ക്കായി പാശ്ചാത്യ രാഷ്ട്രങ്ങളെ ആശ്രയിക്കുന്നതിൽ നിന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളെ അത് പിന്നോക്കം വലിക്കും. മാത്രമല്ല, മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾക്കിടയിൽ തന്ത്രപരമായ സ്വയംഭരണത്തിനുള്ള സമ്മർദ്ദവും വർദ്ധിപ്പിക്കും. അതിനെല്ലാം പുറമെ സൗദി അറേബ്യയ്ക്കും ഇറാനുമിടയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന പരസ്പര വൈര്യവും ശത്രുതയും അവസാനിപ്പിക്കുന്നതിലേക്കും ഈ ഒരു കരാർ നയിക്കുകയും ചെയ്യും. ഇരുവർക്കുമിടയിലെ പ്രാദേശിക സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഒപ്പം പശ്ചിമേഷ്യൻ സുരക്ഷയെയും പുനർനിർമ്മിക്കാൻ ഉടമ്പടിക്ക് സാധിക്കും. അതുവഴി ഹോർമൂസും ബാബൽ മണ്ഡപും അടക്കമുള്ള പ്രാദേശിക നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിലേക്കും അത് എത്തിക്കും. മാധ്യമങ്ങളും അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരും ഇസ്ലാമിക നാറ്റോ എന്ന് വിശേഷിപ്പിച്ച മക്ക ഉടമ്പടി ആഗസ്റ്റ് 7 മക്കയിൽ ഒപ്പുവെക്കപ്പെട്ടത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരാണ് കരാർ ഒപ്പുവെച്ചതും. കൂട്ടായ പ്രതിരോധ വ്യാവസായിക സഹകരണം, സംയുക്ത സൈനികാഭ്യാസങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങളുടെ പങ്കുവെക്കൽ എന്നിവയാണ് ഈ ഉടമ്പടിയുടെ കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതുപ്രകാരം
ത്രിരാഷ്ട്ര സഖ്യത്തിലെ ഒരു അംഗരാഷ്ട്രത്തിനെതിരായ ആക്രമണം എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും എതിരായ ആക്രമണവും യുദ്ധപ്രഖ്യാപനവുമായി കണക്കാക്കപ്പെടും. ഇറാൻ തുടക്കത്തിൽ തന്നെ കരാറിനെ സ്വാഗതം ചെയ്തിരുന്നു എന്നതും വിസ്മരിക്കരുത്.